Hi everybody, welcome back and this is me. ഇന്നത്തെ വീഡിയോ നമ്മൾ HTC U24 Pro എന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ ഒക്കെ ലോഞ്ചും അതേപോലെ തന്നെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വേറെ ഒന്നും പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പോൾ ഫോണിൻ്റെ ഫസ്റ്റ് വ്യൂ ഡിസ്പ്ലേ ആണല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേ തന്നെ അങ്ങ് തുടങ്ങി വയ്ക്കാം. ഇത് 6.8 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ OLED പാനൽ വരുന്നുണ്ട്, പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻട്രലായിട്ടാണ് വരുന്നത്. 120 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളും നോക്കുമ്പോൾ ഏകദേശം ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. 198.7 ഗ്രാം 7 ഗ്രാമാണ് ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 8.9 mm ആണ് ഈ ഫോണിന്റെ തിക്നെസ് വരുന്നത്. IP67 റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് സൈഡിലൊക്കെ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിന്റെ സൈഡിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പ്രൊസസ്സർ നോക്കി വെക്കാം. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്നൊരു പ്രൊസസ്സറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ആകുമ്പോൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 50,000 റുപ്പീസിനായിരിക്കും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ അത്ര പോരല്ലേ, എനിക്കും തോന്നി. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ അത്ര പോരാത്തൊരു പ്രൊസസ്സറാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊസസ്സർ ഈ ഒരു ബഡ്ജറ്റിൽ വെക്കാമായിരുന്നു. പിന്നെ സാരമില്ല. പിന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ സാധിച്ചു ഈ ഫോൺ ആകെ ഒരു വേരിയന്റ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആവത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. 12GB RAM 256GB ഇന്റർണലോട് കൂടിയുള്ള ഒരു വേരിയന്റ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ബാക്കി അപ്ഡേറ്റ് ഒക്കെ നമുക്ക് വരുമ്പോൾ നോക്കാം. LPDDR5 RAM അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ ഇതിന്റെ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ NFC എന്ന് പറഞ്ഞൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 3.5 mm ഒരു ഓഡിയോ ജാക്കും പിന്നെ Android 40 ബേസ് ചെയ്തായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ക്യാമറ സെല്ലോട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഒരു ക്യാമറ സെല്ലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. പ്രൈമറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാപിക്സലിന്റെ f1.8 അപ്പാച്ചറിൽ വരുന്ന ഒരു ക്യാമറയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. OS സപ്പോർട്ടാണ്. അതേപോലെ തന്നെ സെക്കൻഡറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ f2.2 അപ്പാച്ചറിന്റെ ഒരു 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ് സെക്കൻഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് തേർഡ് വരുന്നത് f2.2 അപ്പാച്ചറിന്റെ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കൂടിയാണ് തേർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു ലെൻസ് ഫ്രണ്ടിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഫൈനലി നമുക്കിനി ബാറ്ററി സൈഡ് ഒന്ന് നോക്കി വെക്കാം. ബാറ്ററി സൈഡിലൊക്കെ നോക്കുമ്പോൾ 4500 mAh ഒരു ബാറ്ററിയാണ് അവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 60 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. 50 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ്, 5 വാട്ടിൻ്റെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടെ ഇതിൽ സപ്പോർട്ടാണ്. എങ്കിലും ഒരു 5000 mAh ഒരു ബാറ്ററി എങ്കിലും കൊടുക്കായിരുന്നു. അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഇപ്പോൾ കറന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന തൈവാൻ മാർക്കറ്റിലൊക്കെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും ഒരു 50,000 പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ 2 കളർ വേരിയന്റിലേക്ക് അവൈലബിൾ ആകാൻ പോകുന്നത്. സ്പേസ് ബ്ലൂ ആൻഡ് ഡുലൈറ്റ് വൈറ്റ്. ഈ 2 കളർ വേരിയന്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഇതേപോലെ ലേറ്റസ്റ്റ് ഫോണിന്റെ ടെക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല, ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലായിട്ടുള്ള മൂവി റിവ്യൂസും ഇനി വേറെ ഫോണിൻ്റെ ഡീറ്റെയിലും റിവ്യൂവും കാര്യങ്ങളും കൊടുത്തേക്കാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വേറെ ഒന്നും പറയാതെ ദിസ് ഈസ് ഞാൻ സൈനിങ് ഔട്ട്.